ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിലെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മുടെ ഒറിജിനൽ എപ്പിസോഡ് കുറച്ചു മുമ്പേ വന്നേ ഉള്ളൂ കേട്ടോ. ഇന്നലെയും ഇന്നുമായിട്ട് എപ്പിസോഡ് ഡിലേ ആണ്, കാർത്തികയുടെ വിവാഹം ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നടക്കുന്നത് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ പ്രകാശനാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കാട്ടോ. അമ്മേ, എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്ത ടെൻഷൻ ഉണ്ട് എന്നൊക്കെ പറയാണ്. എടാ പ്രകാശ, എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യം കാർത്തികമോളുടെ വിവാഹം എന്തായാലും നടക്കും. ആ ഗംഗപ്രസാദ് ഒരുപാട് ക്രൂരതകളൊക്കെ ചെയ്തല്ലേ, ഇനി അവന് ഒരുപാടൊന്നും ക്രൂരതകൾ ചെയ്യാൻ വേണ്ടി ദൈവം അനുവദിക്കില്ലടാ. അവന്റെ മരണം എന്തായാലും സംഭവിക്കും എന്നൊക്കെ അമ്മുമ്മ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗംഗപ്രസാദിന് ആ സ്വപ്നം കണ്ട പിന്നെ ഒരു സമാധാനം ഇല്ല കേട്ടോ. കൂട്ടാളികൾക്ക് പറയുന്നുണ്ട്, എടാ ആ സ്വപ്നം കണ്ടിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല. അപ്പൊ അതിൽ വേറൊരു ഗുണ്ട പറയുന്നുണ്ട്, എടാ ഗംഗപ്രസാദേ, ഞാനൊക്കെ എത്രയോ സ്വപ്നം കാണാറുണ്ട്, എല്ലാ ദിവസവും സ്വപ്നം കാണാറുണ്ട്. അതിലൊരു സ്വപ്നം പോലും ഇതുവരെ നടന്നിട്ടില്ല. ഇത് സ്വപ്നമല്ല കണ്ടത്, ശരിക്കുള്ള സംഭവം അല്ലല്ലോ. ഗംഗ പറയുന്നുണ്ട്, എടാ സ്വപ്നമാണെങ്കിലേ അവളുടെ കഴുത്തിൽ വേറൊരുത്തൻ താലി കെട്ടുന്നത് കാണുമ്പോ തന്നെ എനിക്ക് ആകെപ്പാടെ വല്ലാത്തൊരു പെരുപ്പാടാ എന്നൊക്കെ പറയണം. അല്ല, നീ കണ്ടത് ആരെയാണ്? അവളെ കഴുതി താലി കെട്ടുന്ന ചെറുക്കൻ ആരെയാ കണ്ടത്? ആ ദിലീപിനെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് ഗുണ്ട ചോദിക്കുമ്പോഴേക്കും ഗംഗ പറയണ്ടേ, എടാ ഞാൻ കണ്ടത് അവനെ തന്നെയാടാ, ആ ദിലീപിനെ. അപ്പൊ ആ ഗുണ്ട പറയുന്നുണ്ട് കേട്ടോ, എടാ ഗംഗെ, ആ ദിലീപ് കല്യാണത്തിന് എന്നേ പിന്മാറിയതാണ്. അവനിപ്പോ റോസ്റ്റ് ചെയ്യലല്ലേ സോഷ്യൽ മീഡിയ പണി. കാർത്തികേയനെ കൊതിപ്പിച്ചിട്ട് അവസാനം നിമിഷം അവൻ കാല് മാറി എന്നൊക്കെ പറഞ്ഞിട്ടാ അവനെതിരെ ഓരോരോ പോസ്റ്റുകളൊക്കെ വന്നത്, ട്രോള് വരെ വരുന്നുണ്ട്. എടാ അവൻ എന്തായാലും ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി. അപ്പൊ ഗംഗ പറയണ്ടടാ, ചിലപ്പോ ഇനി കാർത്തികയുടെ അമ്മയുടെ വിഷമമൊക്കെ കാണുമ്പോഴേക്കും അവൻ വീണ്ടും വിവാഹം കഴിക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും അവളെ. എടാ അവന്റെ അമ്മ അതിനെ സമ്മതിച്ചിട്ട് വേണ്ടേ, പിന്നെ അവൻ വിവാഹം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗംഗ പറയുന്നുണ്ട്, ഈ കാർത്തികേയനെ ചെറുപ്പം മുതൽ എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് ശരിക്കും പറയാൻ ഈ വിവാഹത്തിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത പെൺകുട്ടിയാണ്. അവളുടെ അമ്മയുടെ ആഗ്രഹം കാരണമാണ് അവള് വിവാഹത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് ഈ വിവാഹം മുടങ്ങിയ അവൾ എന്തായാലും പെട്ടെന്നൊന്നും ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കില്ല. എന്തായാലും ഒരു സമാധാനമല്ലടാ, ഉറക്കം പോയി. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പുറത്തു പോയിട്ടെ ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. എടാ ഗംഗ, വെറുതെ റിസ്ക് എടുക്കണ്ട, പുറത്തിറങ്ങിയ പോലീസ് പിടിക്കും. ദേ വെറുതെ പണിയാവും കേട്ടോ. നീ ഒരു സ്വപ്നം കണ്ടിന്റെ പേരിൽ ഇറങ്ങിപ്പോയിട്ട് അവസാനം പോലീസിൽ പിടികൊടുക്കേണ്ട അവസ്ഥ വരും. ഗംഗ അടുത്ത് പറയണ്ട, നീ ഒരു കാര്യം ചെയ്, വേണമെങ്കിൽ ഒരു കാപ്പി ഇട്ടുതരാം. കാപ്പി ഒന്നും വേണ്ടടാ, എങ്കിൽ ഞാനൊരു കാര്യം പറയാം, കിടന്നുറങ്ങ്, അതാണ് പറ്റിയ പണി. വെറുതെ സ്വപ്നം കണ്ടെന്നൊക്കെ പറഞ്ഞ് നീ വെറുതെ സമയം കളയല്ലേ. എടാ ഞാൻ അവളുടെ വീട് വരെ പോയി നോക്കിയാലോ. ഗംഗെ, എന്തായാലും പോലീസ് പിടിക്കുമെന്ന് ഉറപ്പാണ്, നീ കിടന്നുറങ്ങ്, ബാക്കിയൊക്കെ നമുക്ക് നാളെ രാവിലെ നോക്കാം. ഒരു സ്വപ്നമല്ലേ, അത് നടക്കാൻ പോണൊന്നുമില്ല എന്ന് പറഞ്ഞ ഗുണ്ടകൾ കിടന്നുറങ്ങാണ്. ഗംഗയും അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിനെയാണ്. കല്യാണിയും കാർത്തികൻ നല്ല ഉറക്കമാണ്. പെട്ടെന്ന് കല്യാണിന്റെ ഫോണില് അലാറം അടിക്കുന്നുണ്ട്. കല്യാണി നോക്കുമ്പോ 3:30 മണിയായിട്ടോ. അയ്യോ 3:30 മണിയായോ? ചേച്ചി ചേച്ചി, എന്താ കല്യാണി എഴുന്നേക്ക്, ദേ 3:30 മണിയായി. 3:30 ആയിട്ടുള്ളോ? കല്യാണി ഇത്ര നേരത്തെ എഴുന്നേക്കണോ? വേണം വേണം, നോക്ക് ചേച്ചി, സമയം ഇപ്പൊ തന്നെ ഒരുങ്ങി റെഡി ആയാലേ ഇവിടെ നമുക്ക് 10 മണിക്കെങ്കിലും ഇറങ്ങാൻ പറ്റുള്ളൂ. കല്യാണി ഇപ്പൊ തന്നെ ഇറങ്ങണോ? കല്യാണി വേണം വേണം വേണം. ചേച്ചിക്ക് എന്താ ഉറക്കം മതിയായില്ലേ? ഇന്നലെ കുറെ നേരം ഞങ്ങൾ സംസാരിച്ചു വിടുന്നുണ്ട്, ഉറക്കം ശരിക്കും മതിയായില്ലേ കല്യാണി? എങ്കിൽ ചേച്ചി ഒരു കാര്യം, കുറച്ചും കൂടി കിടന്നോ, ഞാൻ കുളിച്ച് റെഡി ആയിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേച്ചിനെ വിളിക്കാം. ഓ വേണ്ട, എന്തായാലും എഴുന്നേറ്റില്ലേ, ഇനി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കാർത്തികൻ എഴുന്നേക്കുവാട്ടോ. അതിനുശേഷം കല്യാണി ചോദിക്കണ്ടല്ല, ദിലീപേട്ടൻ എഴുന്നേറ്റ് കാണുമായിരിക്കും. അറിയില്ല, കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ കൂടെ, എഴുന്നേറ്റ് കാണുമായിരിക്കും എന്ന് പറയാണ്. എന്തായാലും ഒരുപാട് ഒരുക്കൊന്നും വേണ്ട കല്യാണി, ചെറുതായിട്ട് ഒരുങ്ങിയാ പോരെ എന്ന് പറയുമ്പോഴേക്കും പോരാ പോരാ ചേച്ചി, കല്യാണം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഒരുങ്ങണം, ഞാൻ എല്ലാവരും ഒന്ന് വിളിച്ച് എഴുന്നേപ്പിക്കട്ടെ, സമയം ഒത്തിരിയായി എന്ന് പറയാണ്. രാവിലെ തന്നെ പ്രകാശൻ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അമ്മുമ്മ അടുത്ത് തന്നെയുണ്ട്. പിന്നെ വേലും ഉണ്ട്, രതീഷും ഉണ്ട്. പ്രകാശൻ പറയണ്ട്, ഹോ ഇന്നത്തെ ദിവസം കല്യാണം കഴിഞ്ഞ് കാർത്തികമോള് ദിലീപിന്റെ വീട്ടിൽ പോയാല് സമാധാനാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രതീഷ് പറയണ്ട, അച്ഛ എന്നാലും നമുക്ക് സമാധാനക്കേട് തന്നെയാണ്. കല്യാണം കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കും സൂക്ഷിക്കേണ്ടത്. അത് നീ പറഞ്ഞ ശരി തന്നെയാടാ, എന്നാലും അവന്റെ തണ്ടൊന്ന് കുറയോലോ. അവൻ വിചാരിച്ച എന്താണ്, എന്റെ മോളുടെ വിവാഹം നടക്കില്ലെന്ന്. വിവാഹം നടന്നു എന്ന് അറിയുമ്പോ തന്നെ അവന്റെ പകുതി ജീവൻ പോവും. പിന്നെ അവൻ മരണപ്പെട്ടാലും അവൻ ജയിലിൽ പോയാലും നമുക്ക് സൂക്ഷിക്കേണ്ടത് എപ്പോഴും സൂക്ഷിക്കണോടാ. അവന്റെ കൂട്ടാളികൾ കുറെ ഉണ്ടല്ലോ പുറത്ത്. അന്ന് തന്നെ അവൻ ജയിലിൽ പോയ സമയത്താണല്ലോ ആ സ്റ്റെഫി എന്ന് പറഞ്ഞവള് ബൈജുവിനെ പെണ്ണ് കാണാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി കിരൺ മോനെ കൊല്ലാൻ വേണ്ടി നോക്കിയത്. അന്നാണല്ലോ ഞാൻ കേറിപ്പോയപ്പോ എന്റെ വയറ്റിട്ട് അവൻ കുത്തിയത് എന്നിങ്ങനെ പറയണം. അപ്പൊ വേലു പറയണ്ട്, അച്ഛനൊന്നും കൊണ്ട് പേടിക്കേണ്ടത്, എന്റെ കയ്യിൽ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. ഗംഗേനെ ദൂരത്തുനിന്ന് കണ്ടാൽ പോലും ഞാൻ വലിച്ചെറിഞ്ഞ് അവനെ കൊന്നു കളയും എന്ന് പറയുമ്പോഴേക്കും അമ്മൂമ്മ പറയണ്ട, അങ്ങനെ വേണം, അവനെ കൊല്ലാൻ എല്ലാവരും ആഗ്രഹം പൂണ്ടിരിക്കുകയാണ്. എടാ പ്രകാശ, ഇനിയിപ്പോ ദുഷ്ടന്മാർക്കൊക്കെ വിശ്രമമാടാ. അവൻ എന്തായാലും ഇന്നത്തെ ദിവസം കുടുങ്ങും, വരുവാണെങ്കിൽ കുടുങ്ങും. പിന്നെ അവൻ അറിയില്ലട വിവാഹമാണെന്നും, നമ്മൾ അടുത്തുള്ള ആൾക്കാരെ പോലും അറിയിച്ചിട്ടില്ലല്ലോ. അത് ശരിയാണമ്മേ, എന്നാലും മനസ്സിൽ എവിടെയൊക്കെ ഒരു പേടി ഇങ്ങനെ വരുവാണ്. കല്യാണം കഴിഞ്ഞാലേ സമാധാനാവുള്ളൂ എന്ന് പ്രകാശം പറയാണ്.
പിന്നീട് കാണിക്കണ കാർത്തികേനാണ്. കാർത്തികനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണി കേട്ടോ. കാർത്തിക പണ്ട് മതി കല്യാണി, എന്തിനാ ഇത്രയൊക്കെ ഒരുക്കണത്, ചേച്ചിയാണ് ഇന്ന് സെന്റർ ഓഫ് അട്രാക്ഷൻ, അതിനാ ഒരുപാട് പേരൊന്നും വിളിച്ചിട്ടില്ലല്ലോ കല്യാണി, ചേച്ചി വിളിച്ചിട്ടില്ലെങ്കിലും ഇന്ന് വീഡിയോ ഒക്കെ എടുക്കില്ലേ, കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ വീഡിയോ നോക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ വേണ്ട ചേച്ചി, അതിന് നമ്മൾ റെഡിയായി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കണം. ഇപ്പൊ നല്ല രസമുണ്ട്, നോക്കിക്കേ അമലു കാദംബരി ചേച്ചി നോക്കിക്കേ, ഇത്രോ മതിയോ? മതി, നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് അമലു പറയാണ്. മതി, എന്തായാലും ദിലീപേട്ടനെ വിളിച്ചായിരുന്നു ചേച്ചിയും ചോദിക്കുമ്പോഴേക്കും, ദിലീപേട്ടനെ വിളിച്ചായിരുന്നു, അവിടെയും ഒരുക്കവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനിക്ക് എന്തോ പോലത്തെ വിഷമം പോലെ, എന്റെ അമ്മേനെ പിരിഞ്ഞ് ഞാൻ ഇതുവരെ പോയിട്ടില്ലല്ലോ കല്യാണി, ഇന്ന് അമ്മേനെ പിരിഞ്ഞ് ഞാൻ ദിലീപേട്ടന്റെ വീട്ടിൽ പോയല്ലേ എന്ന് പറയുമ്പോ തന്നെ അവിടേക്ക് ലക്ഷ്മിയമ്മ വരുവാട്ടോ. ആഹാ, എന്റെ മോളെ എന്നെ പിരിയണതോർത്ത് വിഷമിച്ചിരിക്കുകയാണോ? നോക്ക്, പെണ്ണുങ്ങളായിക്കാനാ ഒരു സമയമാകുമ്പോ സ്വന്തം വീട് പോയിട്ട് ഭർത്താവിന്റെ വീടും ആവും, എല്ലാ വീടും, പിന്നെ നിങ്ങൾക്ക് 2 വീടാണ്, മോൾക്ക് ഇവിടെയും വരാലോ, അടുത്ത് തന്നെയല്ലേ എന്ന് പറയാണ്. അപ്പൊ കല്യാണി പറയണ്ട, അതെ ചേച്ചി എന്തിനാ വിഷമിക്കണത്, നമ്മളെല്ലാം തൊട്ടടുത്ത് തന്നെ ഇല്ലേ, അമ്മേ ഇത് ഇത്രോ മതിയോ? നോക്കിക്കേ, മതി, നന്നായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്. അല്ല ദിലീപ് മോനെ ഇറങ്ങിയായിരുന്നോ മോളെ? ഇറങ്ങാൻ പോവാന്നാ പറഞ്ഞത് എന്ന് പറയാണ് കാർത്തിക. അതിനുശേഷം കാണിക്കുന്ന ദിലീപിന്റെ വീടാണ്. ദിലീപൻ പറയണ്ട് കൂട്ടുകാരോട്, എന്നെ അധികം റെഡിയാക്കൊന്നും വേണ്ട, ഇതൊക്കെ മതിയടാ, അച്ഛൻ മരിച്ചതിന്റെ വിഷമം മനസ്സിൽ നിന്ന് പോയിട്ടില്ല, പിന്നെ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റാത്തോണ്ടാ ഇപ്പൊ ഇത്രയും തിരക്ക് പിടിച്ച് ഞാൻ കല്യാണം നടത്തുന്നത്, എനിക്ക് അവനെ ജയിച്ച് കാണിക്കണോടാ, അതിനു വേണ്ടിയിട്ടാണ്. പാവം അമ്മയുടെ അവസ്ഥ സഹിക്കാൻ പറ്റാത്തത്, അച്ഛൻ മരിച്ചിട്ട് ഇന്നലെ അല്ലേ 5 ദിവസം കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല. എന്റെ നിർബന്ധപ്രകാരം അമ്മയും സമ്മതിച്ചത്. അപ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേടാ അമ്മ വന്നല്ലോ, നീ അമ്മക്ക് ദക്ഷിണ കൊടുക്ക് എന്ന് പറയാണ്. അങ്ങനെ ദിലീപ് അമ്മക്ക് ദക്ഷിണ കൊടുക്കുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, മോനെ എത്ര പേരെ വിളിച്ചു നടത്തേണ്ട ഒരു കല്യാണമായിരുന്നു, ഇങ്ങനെ ആയി പോയല്ലോ മോനെ. അപ്പോ ദിലീപ് പറഞ്ഞ, അമ്മേ കല്യാണത്തിന് ഒരുപാട് പേരെ വിളിക്കണോന്നോ അങ്ങനെയൊന്നും ഇല്ല അമ്മേ, വേണമെങ്കിൽ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് വേറെ റിസപ്ഷനോ കാര്യങ്ങളോ വെക്കാം, നമ്മുടെ അച്ഛൻ വെച്ചിട്ട് അധികം ആയിട്ടില്ലല്ലോ. അത് ശരിയാ, എനിക്ക് വല്ലാത്തൊരു വിഷമം പോലെ. പിന്നെ മോന്റെ അച്ഛൻ മോന്റെ കൂടെ തന്നെയുണ്ട്, കാർത്തിക മോളുടെ കൂടെയുണ്ട്. അമ്മ ആഗ്രഹിക്കുന്ന മരുമോള് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോവാണമ്മേ. അല്ല കാറ് വന്നില്ലേടാ എന്ന് അമ്മ ചോദിക്കുമ്പോ ദിലീപ് പറയണ്ട്, കാറിപ്പോ വരും അമ്മേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂക്കളൊന്നും വെച്ച് അലങ്കരിക്കേണ്ടെന്ന്, വെറുതെ വാഷ് ചെയ്ത് ഉള്ളിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വരാനാ പറഞ്ഞേക്കണത്, കാർ ഇതുവരെ എത്തിയില്ലടാ, നമുക്ക് പുറപ്പെടാനുള്ള സമയമായല്ലോ. ഇപ്പൊ വരും അമ്മേ, ഞാൻ വിളിച്ചിരുന്നു, ഇപ്പൊ എത്തിക്കാന്നാ പറഞ്ഞത് എന്ന് നമ്മുടെ അമ്മ പറയാണ്. ശേഷം ദിലീപ് ദക്ഷിണ അമ്മക്ക് കൊടുക്കുന്നുണ്ട്. അമ്മ ദക്ഷിണ വാങ്ങിച്ച് ദിലീപിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കവിളി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ്. പ്രകാശൻ അമ്മയടുത്ത് പറയുന്നുണ്ട്, അമ്മേ സമയം ഒരുപാടായി, ദിലീപ് മോനൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിക്കാണുമായിരിക്കും, ഇവരെന്താ റെഡിയായി ഇതുവരെ കഴിഞ്ഞില്ലേ അമ്മേ എന്ന് ചോദിക്കുമ്പോ അമ്മ പറഞ്ഞിടാ, അവര് റെഡിയാവട്ടെടാ, പെൺപിള്ളേരല്ലേ, റെഡിയാവാൻ താമസം എടുക്കും, നീ ഒന്ന് അടങ്ങടാ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ കാർത്തികയും കല്യാണിയും ലക്ഷ്മിയമ്മയും കാദംബരിയും കൂടി സ്റ്റെപ്പ് ഇറങ്ങി വരുവാട്ടോ. അങ്ങനെ കാർത്തിക പ്രകാശിന്റെ മുഖത്തേക്ക് നോക്കാണ്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും കാണിച്ചിട്ടുണ്ട്, അവരുടെ വിവാഹം ആവാൻ പോകുന്നു, അതിന്റെ മുഹൂർത്തം അടുത്തു, ആ ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഒരു വലിയൊരു ക്ലൂ തന്നിട്ടുണ്ട്, കാറ് വന്നിട്ടില്ല, അതെ ദിലീപിന്റെ കാറ്, അത് തന്നെയാണ് പ്രശ്നം. ദിലീപിന്റെ കാറിലെ ഡ്രൈവർ മിക്കവാറും ഗംഗപ്രസാദ് ആയിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. കാരണം ഇയാള് ഗംഗപ്രസാദ് മണ്ഡപത്തിൽ എത്തുന്നുണ്ട്, എന്നിട്ട് വിവാഹത്തിന്റെ കെട്ട് നടക്കുന്ന മുഹൂർത്തത്തിൽ അവിടെ അടി ഉണ്ടാക്കുന്നുണ്ട്. അടി കഴിഞ്ഞിട്ടുള്ള റിയലി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് മിക്കവാറും ആ വണ്ടിയിൽ ഗംഗപ്രസാദ് ഉണ്ടാകും. ആ വണ്ടിയിൽ നിന്നായിരിക്കും ആ ഗംഗ ഹെൽമെറ്റ് വെച്ച് ഇറങ്ങുന്ന ഭാഗം കാണിച്ചത്. അതിനുശേഷം മണ്ഡപത്തിൽ കറക്റ്റ് മുഹൂർത്തത്തിന് ഗംഗ എത്തുന്നുണ്ട്, അവിടെ അടിപിടി വഴക്കുണ്ടാവുന്നുണ്ട്. കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊന്നും റീൽസിൽ കാണിച്ചില്ല. ഈ അടിയിടി വഴക്കും ഇവരെല്ലാവരും ഒരുമിച്ച് വല്ലാത്തൊരു വിഷമത്തിലൊക്കെ നിൽക്കുന്ന ഭാഗം മാത്രമേ റീലിൽ കാണിച്ചുള്ളൂ കേട്ടോ. എന്തായാലും ഇന്നത്തെ പ്രൊമോ വരുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.